Yes, sir. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. സോ രണ്ട് പേപ്പർ ആയാലും, അതായത് കൊമേഴ്സ് ആസ്പിരൻസിനും മാനേജ്മെന്റ് ആസ്പിരൻസിനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ദി സിലബസ്. ആദ്യം കൊമേഴ്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ, കൊമേഴ്സിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇത്രയും ഏരിയയാണ് മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് എന്നുള്ളത്. ബാക്കിയുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ദെൻ പെർഫോമൻസ് അപ്രൈസ്, അത് HRM ഭാഗമായിട്ട് തന്നെ പറയാം. ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ്, അതും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനകത്ത് വരുത്താം. അതൊക്കെയാണ്. അപ്പോൾ പ്യുവർലി നമ്മൾ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് കാണാവുന്ന ഏരിയാസ് ആദ്യത്തെ ഒരു 5 ടോപ്പിക്സ് ആണ്. അതായത് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ്, ദെൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്, അതുപോലെ തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇത്രയും ഏരിയയാണ് UGC നെറ്റിന്റെ സ്കോപ്പിൽ കൊമേഴ്സ് ആസ്പിരൻസിന് നോക്കാനുള്ളത്. പിന്നെ HRM, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. HRMന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പേഴ്സണാലിറ്റി കൺസെപ്റ്റ് എല്ലാം നോക്കാം. ഓക്കെ. ദെൻ മാനേജ്മെന്റിലേക്ക് വന്നാൽ പേപ്പർ 2 മാനേജ്മെന്റ് ആസ്പിരൻസിന്റെ യൂണിറ്റ് 1 ആണ് ഈ ഒരു ഏരിയ. ഇതിൽ മാനേജ്മെന്റിന്റെ ബേസിക് കൺസെപ്റ്റ്, പ്രോസസ്, തിയറീസ്, അപ്രോച്ചസ്, ദെൻ മാനേജ്മെന്റ് റോൾസ് ആൻഡ് സ്കിൽസ്, ഫങ്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, ഇത്രയും ഏരിയാസും. അത് കൂടാതെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, എത്തിക്കൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഡിലേമ, ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്, വാല്യൂ ബേസ്ഡ് ഓർഗനൈസേഷൻ. ഇത്രയും കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് എന്നുള്ളത്. അതിനിടയിൽ തന്നിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ മാനേജിംഗ് ഇക്കണോമിക്സ് ആണ്. സോ ഈ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുമ്പോൾ സിലബസ് തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സോ നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം. അതേപോലെ പ്രിപ്പറേഷനകത്തും നേരെയാണ് പോകുന്നത്, സ്ട്രൈറ്റ് ട്രാക്കിലാണെന്ന് എൻഷുർ ചെയ്യാനും ആ സിലബസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ സിലബസ് ഒന്ന് കണ്ടിന്യൂസ്ലി നോക്കുക കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ മാനേജ്മെന്റ് ബേസിക് കൺസെപ്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ ടോപ്പിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് ആണ്. അതായത് ദർ ആർ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഈ വേരിയസ് സ്കൂൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് മാനേജ്മെന്റ് ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ചേഞ്ചസ് ഹാപ്പൻ ചെയ്തത്, ഏതൊക്കെ ടൈപ്പിലുള്ള മാനേജ്മെന്റ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഡിഫറെന്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിനെ നമുക്ക് ബേസിക്കലി ബ്രോഡ്ലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാനേജ്മെന്റ് തിയറീസിനെ നമുക്ക് ബ്രോഡായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, സെക്കൻഡ് നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി ആൻഡ് മോഡേൺ മാനേജ്മെന്റ് തിയറി. ഇവിടെ ഓരോന്നിന്റെ അണ്ടറിൽ നമുക്ക് ഡിഫറെന്റ് തിയറീസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ട്, നിയോ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ മാനേജ്മെന്റ് തോട്ട്. സോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി consists of a group of similar ideas on the management of organization. It generally concerns ways to manage work and organization more efficiently. So classical management എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ ഓർക്കേണ്ടത് 1900ന്റെ ബിഗിനിങ്ങിൽ ആ ഒരു ടൈം പീരീഡിൽ എമർജ് ചെയ്തൊരു ഫീൽഡാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ വർക്ക് മാനേജ് ചെയ്യണം, എങ്ങനെ ഓർഗനൈസേഷൻ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യണം, ഈ 2 ആസ്പെക്ട് മാത്രമാണ്. വർക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, ഓർഗനൈസേഷൻ കുറച്ചുകൂടി എങ്ങനെ ബെറ്റർ ആക്കി മാറ്റാം. അത് ആ ഒരു ട്രാക്കിൽ പോകുന്ന ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് സയന്റിഫിക് മാനേജ്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, അതേപോലെ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ. ഈ 3 കൺസെപ്റ്റും പ്രിഡോമിനന്റ്ലി ഇവിടെ എംഫസൈസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പറയാം മാനേജ്മെന്റിൽ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാം, അതായത് ഇക്കണോമിക് ബെനിഫിറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെയാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാവുന്നത്. ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ക്ലാസിക്കൽ മാനേജ്മെന്റ് തോട്ട് പൂർണ്ണമായിട്ടുള്ളത്. സോ സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, ഈ മൂന്ന് കൺസെപ്റ്റും ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയുടെ ഭാഗമാണ്. ഇതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സയന്റിഫിക് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റുമാണ്. ഓക്കെ. സോ സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് വന്നാൽ, scientific management was introduced as an attempt to create mental revolution in a workplace. അതായത് as you know, who is the creator of this theory? Scientific management ആരാണ് പ്രപ്പോസ് ചെയ്തത്? Someone please. ടീലർ അല്ലേ സർ?
AFW Taylor, Frederick Winslow Taylor എന്ന് പറയും. അദ്ദേഹം ആക്ച്വലി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അദ്ദേഹം പ്രപ്പൗണ്ട് ചെയ്ത തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വർക്ക് മെത്തേഡ്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് എഫിഷ്യൻസി. സോ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഓരോ വർക്ക് ഏരിയയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, അതിന്റെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കൂട്ടാൻ സാധിക്കും, അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മളുടെ ഈ സെഷൻ എൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിനെ പറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിനെ പറ്റിയും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. എനിവേ ഈ ഒരു കൺസെപ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് വർക്ക്. എങ്ങനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതെങ്ങനെ വർക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ സാധിക്കും, അതിനുവേണ്ടിയാണ് വർക്ക് സ്റ്റഡി പോലുള്ള പല ടൂളുകളും അദ്ദേഹം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് കൺസെപ്റ്റ്. In the late 19th century, management decisions were often arbitrary, and workers often worked at an intentionally slow pace. There was little in the way of systematic management, and workers and management were often in conflict. Workers and management എപ്പോഴും കോൺഫ്ലിക്റ്റ് പോരുന്നതാണ്. എന്തുകൊണ്ടാണ്? 1900ന്റെ ബിഗിനിങ് ആണ്, അല്ലെങ്കിൽ യു ക്യാൻ സേ 1800ന്റെ എൻഡ്. ആ ഒരു ടൈം പീരീഡിൽ എംപ്ലോയീസിനെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുക, അതുവഴി മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചിന്താഗതി മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് മനഃപൂർവ്വം വർക്ക് സ്ലോ ആക്കിയിരുന്നു, അതേപോലെ മാനേജ്മെന്റ് മാക്സിമം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ രണ്ട് ചിന്താഗതിയും മാറി ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് എംപ്ലോയ്മെന്റിനകത്ത് ഉണ്ടാകണം എന്നാണ് സയന്റിഫിക് മാനേജ്മെന്റ് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വേർഡ് റെലവെന്റ് ആവുന്നത്. ഈ ഒരു അറ്റംപ്റ്റ് തന്നെ ഒരു മെന്റൽ റെവല്യൂഷൻ, ഒരു മെന്റൽ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എയിമോട് കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. ഡീറ്റെയിൽ ഡിസ്കഷൻ വിൽ ബി ഡൺ ആഫ്റ്റർ ദിസ് ടോപ്പിക് കേട്ടോ. നൗ ലെറ്റ്സ് മൂവ് ഓൺ. സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഫോക്കസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഈസ് ബേസിക്കലി ഓൺ ദി മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഇവിടെ എങ്ങനെയായിരിക്കണം ഒരു മാനേജ്മെന്റ്, അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, അതേപോലെ എന്തൊക്കെയായിരിക്കണം ബേസിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ഇൻ എ മാനേജ്മെന്റ്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. സോ ഇൻ കോൺട്രാസ്റ്റ് ടു സയന്റിഫിക് മാനേജ്മെന്റ് വിച്ച് ഡീൽസ് ലാർജ്ലി വിത്ത് ദി ജോബ്സ് ആൻഡ് ദി വർക്ക് അറ്റ് ദി ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് അനാലിസിസ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രൊവൈഡ്സ് മോർ ജനറൽ തിയറി ഓഫ് മാനേജ്മെന്റ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ ആ വർക്ക് എങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഫൈൻഡിങ് ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനർ, അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഒരു ജോബ് ചെയ്യാൻ. ആ വഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഏറ്റവും ചീപ്പസ്റ്റ് മാനറിൽ ചെയ്യുക, അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ജോബ് അല്ല, ഒരു പർട്ടിക്കുലർ ജോബോ ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെ വർക്കോ എടുത്തിട്ടല്ല അനാലിസിസ് നടത്തുന്നത്. ഇവിടെ കൂടുതലായിട്ടും ഒരു ജനറൽ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, സോ ടോപ്പ് ലെവൽ വ്യൂ പോയിന്റിൽ ഏറ്റവും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ. Henry Fayol is the major contributor of the school of management thought, and according to him, the school basically deals with the people in the system. അതായത് ഇവിടെ ഒരു ടോട്ടൽ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. എംപ്ലോയീസ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനകത്ത് ഉണ്ടാവേണ്ടത്, അതേപോലെ മാനേജേഴ്സ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനകത്ത് ബിഹേവ് ചെയ്യേണ്ടത്, ഇത് മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കോൺസെൻട്രേഷൻ. വേറാസ് വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ഫസ്റ്റ് വൺ, അതായത് സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വർക്കിനെയാണ്. ഒരു പീസ് ഓഫ് വർക്ക് എങ്ങനെ ചെയ്യണം, എംപ്ലോയീസ് ആ വർക്ക് ഇത്രമാത്രം എഫിഷ്യൻസിയോടുകൂടി ചെയ്തു തീർക്കണം, അത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനറിൽ എങ്ങനെ ചെയ്തു തീർക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ യു ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, റൈറ്റ്? സയന്റിഫിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? സോ അഡ്മിനിസ്ട്രേറ്റീവ് ഒന്നുകൂടി പറയൂ സർ. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഡീറ്റെയിലിംഗ് നമുക്ക് ഏതായാലും നടത്താം. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, ഇതെല്ലാം ചേർന്ന ആക്ടിവിറ്റിയാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളതാണ് മാനേജ്മെന്റ്.
അപ്പോൾ ടോപ്പ് ലെവലിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ആക്ടാണ് മാനേജ്മെന്റ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതാണ് ഹെൻറി ഫയോളും പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സി ദി ഫോക്കസ് ഈസ് ഓൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. കണ്ടോ? സോ മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, അത് നമ്മുടെ ഹെൻറി ഫയോൾ പറഞ്ഞ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, അത് ജനറലി ഓർഗനൈസേഷൻ മുന്നോട്ട് വയ്ക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതും മോർ ഓർ ലെസ് ലൈക്ക് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് വിളിക്കാനുള്ള കാരണം. Hope you got it now. Yes, sir. Okay. Then അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നടത്താം. ഇനി ഞാൻ പോകുന്നു നിയോ ക്ലാസിക്കൽ തിയറിയിലേക്ക്. ബിക്കോസ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 മാനേജ്മെന്റ് വിഭാഗമാണ്. ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന് കൂടുതൽ നമുക്ക് ഡിസ്കഷന്റെ ആവശ്യമില്ല. എനിവേ വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ സയന്റിഫിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ടൈമിൽ ഒരു ഫീച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ അടുത്തത് നിയോ ക്ലാസിക്കൽ തിയറിയാണ്. നിയോ ക്ലാസിക്കൽ തിയറിയിലേക്ക് വരുമ്പോൾ 1920s മുതൽ 1950s വരെ ഒരു ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച്. അതായത് 1920s വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം, ഓർഗനൈസേഷൻ എങ്ങനെ ഇക്കണോമിക്കലി വയബിൾ ആക്കണം, എങ്ങനെ പ്രോഫിറ്റ് ഏണിംഗ് ആയിരിക്കണം എന്നാണ് മുമ്പ് പറഞ്ഞ 2 തിയറി കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ നിയോ ക്ലാസിക്കൽ തിയറീസിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതൽ ഹ്യൂമൻ ഫാക്ടറിന് സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവരുടെ നീഡ്സ്, അവരുടെ ഡ്രൈവ്സ്, അവരുടെ ഡിസൈർസ്, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം മാനേജ്മെന്റ് ഒരു പ്രോമിനന്റ് റോൾ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എഫിഷ്യന്റ് മാനേജ്മെന്റ് പോസിബിൾ ആണ് എന്നൊരു ചിന്താഗതിയാണ് നിയോ ക്ലാസിക്കൽ തിയറിയുടെ ബേസിക് നമ്മുടെ ഒരു ബേസ് സ്റ്റോൺ എന്ന് പറയാം. അതിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ തിയറി ഇവോൾവ് ചെയ്തിരിക്കുന്നത്. 2 തിയറീസ് ആണ് നിയോ ക്ലാസിക്കൽ തിയറി ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഒന്ന് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ, രണ്ടാമതായിട്ട് ബിഹേവിയറൽ സ്കൂൾസ്. ഓക്കെ, സോ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ, ദി മാനേജർ ഷുഡ് possess skills for diagnosing the cause of human behavior at the work, interpersonal communication, and motivating and leading workers. The focus become satisfying workers' needs. അതായത് ഒരു ഹ്യൂമൻ റിലേഷൻ സ്കൂൾ കൺസെപ്റ്റ് തന്നെ ആ ഹ്യൂമൻ റിലേഷൻ ഉണ്ട്. അതായത് ഇവിടെ മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കണം, അവരുടെ ബിഹേവിയർ എന്താണെന്ന് പഠിക്കണം. റൈറ്റ്, ഹ്യൂമൻ ബിഹേവിയർ എന്താണ്, അതായത് നമ്മുടെ എംപ്ലോയീസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മാനേജർ മനസ്സിലാക്കണം. അതിനുശേഷം അവരുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ബെറ്റർ ആക്കാൻ സാധിക്കും, അതേപോലെ അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അവരെ എങ്ങനെ ലീഡ് ചെയ്യണം, അതേപോലെ അവരുടെ നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതൊക്കെയാണ് മാനേജർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എഫിഷ്യന്റ് ആയിട്ട് മാനേജർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ അപ്രോച്ച്. ഇഫ് വർക്കേഴ്സ് നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്, വിസ്ഡം ഹെൽപ്സ് the workers would in turn be more productive, right? അവരുടെ നീഡ്സും വാണ്ട്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമ്മളെ ഓർഗനൈസേഷനകത്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ വിൽ കോൺട്രിബ്യൂട്ട് മോർ. ഓക്കെ, then there's the human relation school. Focus on issue of communication, leadership, motivation and group behavior. ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് എങ്ങനെയായിരിക്കണം, ഹ്യൂമൻ റിലേഷൻ ആണ്. സോ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി there. Communication plays a prominent role. Then comes leadership, then motivation, and how the group behavior is happening. Interpersonal skillum അതുപോലുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സും പോലുള്ള കാര്യങ്ങളിലാണ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. The human relation school of thought still influences management theory and practice, as contemporary management focuses on much attention on human resource management, organization behavior, and applied psychology in workplace. അതായത് ഇപ്പോഴും ഹ്യൂമൻ റിലേഷൻ സ്കൂളിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ മാനേജ്മെന്റ്, അതായത് മോഡേൺ മാനേജ്മെന്റ് തോട്ടുകൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, മോഡേൺ മാനേജ്മെന്റ് തോട്ടുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് HRM-ലാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതേപോലെ ഓർഗനൈസേഷൻ ബിഹേവിയർ, ദെൻ സൈക്കോളജി അറ്റ് വർക്ക് പ്ലേസ്.
ഇങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഒരു പ്രോമിനന്റ് ഫാക്ടറാണ്. ബിക്കോസ് ഹ്യൂമൻ റിലേഷൻ സ്കൂളും ആദ്യം പറഞ്ഞു വെച്ച ഇതേ കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിരിക്കണം, ലീഡർഷിപ്പ് എഫിഷ്യൻസി ഉണ്ടാവണം, മോട്ടിവേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, ഈ പറയുന്ന ഓരോ കാര്യവും ഇന്നത്തെ മോഡേൺ തിയറീസിലും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ പ്ലേസ് എ പ്രോമിനന്റ് റോൾ in our contemporary management theories also. Okay, so that is human relations school. രണ്ടാമത്തെ theory of neoclassical school is behavioral school. Developed as a part, in part because of perceived weakness in the assumptions of classical school. അതായത് ബിഹേവിയറൽ സ്കൂൾ എവോൾവ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്കൂളിലുള്ള വീക്ക്നെസ്സുകളാണ്. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ എന്തൊക്കെ വീക്ക്നെസ്സുകളുണ്ട്? നമ്മളിപ്പോ ഹെൻറി ഫയോളിന്റെയും FW ടൈലറുടെയും കൺസെപ്റ്റുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മാനേജ്മെന്റ് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് പ്രോഫിറ്റ്, ദാറ്റ്സ് ഓൾ, റൈറ്റ്? അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റിയാണ്, ഇക്കണോമിക് വയബിലിറ്റി, എത്രമാത്രം റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അതിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദി എംപ്ലോയി ആസ്പെക്ട്സ്, അതായത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ആ ഹ്യൂമൻ റിസോഴ്സിൽ അവരധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അതിനെ മിയർ ഒരു വാട്ട് ടു സേ, നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഹ്യൂമനെ യൂസ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ക്ലാസിക്കൽ സ്കൂളിലുള്ളൂ. അത് മാറി കുറച്ചുകൂടി ഇവോൾവ് ചെയ്യുന്നത് ഈ നിയോ ക്ലാസിക്കൽ സ്ട്രക്ചറിലാണ്. സോ ദി ക്ലാസിക്കൽ സ്കൂൾ എംഫസൈസ്ഡ് എഫിഷ്യൻസി, പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. Some felt that this emphasize disregarded the important aspects of organizational life, particularly as it is related to human behavior. So ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത എല്ലാ ഏരിയാസും. നമ്മളിപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് ആയാലും, അതേപോലെ ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി ആയാലും, ഇവിടെയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിസൾട്ടിലാണ്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ എത്രമാത്രം എഫിഷ്യൻസി കൂട്ടാം, എങ്ങനെയായിരിക്കണം മാനേജ്മെന്റ് പ്രോസസ്, എന്തൊക്കെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ്, ഇതെല്ലാം വ്യൂ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ റിസൾട്ട് മാത്രമാണ്. എന്നാൽ ആ റിസൾട്ടിലേക്കുള്ള മീൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. നമ്മളുടെ ഫാക്ടർ, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ളത് ഹ്യൂമൻ ആണ്. ആ ഹ്യൂമന്റെ ബിഹേവിയർ പ്ലേസ് എ വൈറ്റൽ റോൾ, റൈറ്റ്? ആ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനകത്തെ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ വൈറ്റൽ റോൾ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണമെന്നാണ് ബിഹേവിയറൽ സ്കൂൾ പറയുന്നത്. സോ ദസ് ബിഹേവിയറൽ സ്കൂൾ ഫോക്കസ് ഓൺ trying to understand the factors that affect human behavior at work. അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താ? ഹ്യൂമൻ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആ ഫാക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യുകയാണ് മാനേജ്മെന്റ് ഉത്തരവാദിത്തം. സോ ബെറ്റർ ബിഹേവിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാവണം. ആ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഓർഗനൈസേഷണൽ ലൈഫ് ബെറ്റർ ആണെങ്കിൽ എംപ്ലോയീസ് വിൽ കോൺട്രിബ്യൂട്ട്, അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിനർത്ഥം എംപ്ലോയീസ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ബിഹേവിയറൽ സ്കൂൾ ഓഫ് തോട്ട്. ഓക്കെ ആണോ? രണ്ട് സ്കൂൾ ഓഫ് തോട്ട്, ഹ്യൂമൻ റിലേഷൻ സ്കൂളും ബിഹേവിയറൽ സ്കൂളും. Is it fine? Yes, sir. Yes, sir. Okay, that is the neoclassical theory. Now let's move on to modern management theory. Modern management theory highlights the complexity of organization as well as individuals and the diversity of their needs, motivation and aspirations and potentials. അതായത് ഇവിടെ വരുമ്പോൾ കൂടുതൽ മാനേജ്മെന്റ് മുമ്പ് കണ്ടതുപോലെ ഒരു ചെറിയ കാര്യമായിട്ടല്ല ഇവിടെ കാണുന്നത്. മാനേജ്മെന്റ് വളരെ കോംപ്ലെക്സ് ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽസിന്റെ ആസ്പിറേഷൻസ്, മോട്ടിവേഷൻ, നീഡ്, അതിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. ഈ പറയുന്ന ഓരോ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനാണ് മോഡേൺ മാനേജ്മെന്റ് തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ് സിസ്റ്റംസ് തിയറി, കണ്ടിജൻസി തിയറി, ഓർഗനൈസേഷണൽ ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയും, അതേപോലെ മാനേജ്മെന്റ് സയൻസ്. ഇതാണ് ഡിഫറെന്റ് മോഡേൺ മാനേജ്മെന്റ് തിയറീസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ദർ ആർ മെനി. എന്തായാലും നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചെണ്ണം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നു. സോ സിസ്റ്റംസ് തിയറി, ദിസ് ഹാസ് എമർജ്ഡ് ആസ് എ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, നോട്ട് as people or some task. അതായത് the system is an entity made upon two or more independent parts that interact to form a functioning organism.
അതായത് ഇവിടെ സംഭവിക്കുന്നത് മാനേജ്മെന്റ് ഒരു സിസ്റ്റമാണ്. ഓക്കെ, അതായത് മാനേജ്മെന്റ് ഒരു സിസ്റ്റം ആണെന്ന് പറയുന്നത് എപ്പോഴാ? ഇവിടെ വി വിൽ ബി ഗിവിങ് സം ഇൻപുട്സ്, റൈറ്റ്? സിസ്റ്റം അങ്ങനെയല്ലേ, ഒരു ഇൻപുട്സ്, പല രീതിയിലുള്ള ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നു, ആ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ ആ പ്രോസസ്സിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റും. ഇത് മാനേജ്മെന്റിൽ ഹാപ്പൻ ചെയ്യുന്നില്ലേ? സോ മാനേജ്മെന്റിനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ ഒരു ടോട്ടൽ ഇൻപുട്സ് ആണ്. ആ ടോട്ടൽ ഇൻപുട്സിനെ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആക്കി മാറ്റും. ഈ ഒരു സ്ട്രക്ചർ ആണ് മാനേജ്മെന്റ് എന്നാണ് സിസ്റ്റംസ് തിയറി പറയുന്നത്. ഓക്കെ, ദിസ് ഹാസ് എമർജ്ഡ് ആസ് എ വേ ഓഫ് ലുക്കിംഗ് ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, നോട്ട് പീപ്പിൾ ഓർ സം ടാസ്ക്. അങ്ങനെ ചിന്തിക്കാതെ പീപ്പിളിനെ എടുക്കുന്നില്ല, ടാസ്കുകൾ എടുക്കുന്നില്ല, ഇവിടെ ഓർഗനൈസേഷനെ മൊത്തമായിട്ട് നോക്കുകയാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ കുറേ ഇൻപുട്സ് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഇൻപുട്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻപുട്സിനെ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നു, ആ കൺസെപ്റ്റ് ആണ് സിസ്റ്റംസ് തിയറിയിൽ മാനേജ്മെന്റ്. സിമ്പിൾ അല്ലേ? You got it? കിട്ടിയോ? മനസ്സിലായോ? Yes, sir. Okay. So let's move on. Contingency theory. രണ്ടാമത്തെ theory. The contingency approach stresses the absence of a single best way to manage the emphasis, the need for managerial strategies based on all relevant facts. അതായത് when it comes to നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ബേസിക് തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് എന്താ പറഞ്ഞത്? Rule of thumb. അതൊക്കെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് പറഞ്ഞത് there is always a single best way. ഒരു ബെസ്റ്റ് വേ ഉണ്ട്. ആ ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനറിൽ വർക്ക് ചെയ്ത് തീർക്കണം എന്നാണ് സയന്റിഫിക് മാനേജ്മെന്റ് പറഞ്ഞത്. പക്ഷേ കണ്ടിജൻസി തിയറി പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാവുന്ന ഒരു ബെസ്റ്റ് വേ, ഒരു സിംഗിൾ ബെസ്റ്റ് വേ നമുക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അത് ആബ്സെന്റ് ആണ്. അങ്ങനെ ഒരു സിംഗിൾ ബെസ്റ്റ് വേ ഇല്ല. എന്തുകൊണ്ടാ? നമുക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളുടേതായ ഐഡിയാസും സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞൊരു വേയുമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടാവില്ല. സോ ദിസ് തിയറി സേസ് ദാറ്റ് ഓർഗനൈസേഷൻ മസ്റ്റ് ബി ഡിസൈൻ ടു ഫിറ്റ് ഇറ്റ് സിറ്റുവേഷൻസ്. അതായത് ഏതാണോ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു കണ്ടിജൻസി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ മാനേജ്മെന്റ്. Right? So this theory says that organization must be designed to fit its situation, particularly the organizational environment and the technology it's use. So എന്താണ് നിലവിൽ വരുന്ന പ്രശ്നം? ഇന്നത്തെ പ്രശ്നം ആയിരിക്കില്ല ഒരു ഓർഗനൈസേഷൻ നാളെ വരുന്നത്, മറ്റന്നാൾ മറ്റൊന്നായിരിക്കും. സോ ഓരോ ഡേയിലും നമ്മളുടെ പ്രോബ്ലംസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ there won't be any flexibility. സോ കണ്ടിജൻസി അപ്രോച്ച് പറയുന്ന അതാണ്. നമുക്ക് വരുന്ന കണ്ടിജൻസീസ് എന്താണോ ആ കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്, നമ്മളുടെ ഓർഗനൈസേഷന്റെ എബിലിറ്റിയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് ഇതാണ്, ഒരു ഓർഗനൈസേഷനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യിപ്പിക്കുന്ന എന്തോ ഒന്ന്, ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് മാനേജ്മെന്റ്. ദാറ്റ്സ് ഓൾ. അല്ലാതെ മാനേജ്മെന്റ് വേറൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. സോ ബെസ്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് എടുത്തുകൊണ്ട് നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം. അതാണ് കണ്ടിജൻസി തിയറി പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ പറയാമോ സാറേ? ഓക്കെ, നമ്മൾ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പറയുന്നത് ഒരു ബെസ്റ്റ് വേ അവിടെ ഉണ്ട്. ജോബ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ബെസ്റ്റ് വേ ഉണ്ട്. ആ ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനറിൽ നമ്മൾ വർക്ക് ചെയ്ത് തീർക്കണം. ഇതാണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ല, സയന്റിഫിക് മാനേജ്മെന്റ് പറയുന്നത്. സോ ഈ സയന്റിഫിക് മാനേജ്മെന്റ് വ്യൂ അത്ര ശരിയല്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങൾ ഡിഫറെന്റ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ല നാളെ വരുന്നത്, നാളെ മറ്റൊരു ഡിഫറെന്റ് പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേ,
ഒരു സിംഗിൾ ബെസ്റ്റ് വേ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ട് അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ മാനേജീരിയൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി അഡോപ്റ്റ് ചെയ്യണം. അതായത് നമ്മൾക്ക് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് നമ്മളുടേതായ മാനേജീരിയൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അതാണ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്. സോ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന പുതിയ പുതിയ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പർപ്പസ് തന്നെയാണ് പുതിയ പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് മാനേജ്മെന്റ് കൊണ്ട് കണ്ടിജൻസി തിയറി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് സ്ട്രാറ്റജി ഓർഗനൈസേഷണൽ ഹ്യൂമനിസം. This school of thought is an extension of behavioral school of neoclassical theory and hence has much in common with the behavioral schools. The underlying philosophy of this school is that individuals need to use all of their capacities and creative skills at work as well as at home. അതായത് ഓർഗനൈസേഷണൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ട ഒരു തിയറി, അതായത് ബിഹേവിയറൽ സ്കൂൾ കണ്ടല്ലോ. എന്തായിരുന്നു ബിഹേവിയറൽ സ്കൂൾ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഹ്യൂമൻ ബിഹേവിയറിന്റെ ഫാക്ടർ മനസ്സിലാക്കണം അതില്. അതെ, ഹ്യൂമൻ ബിഹേവിയർ ഒരു പ്രൊമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ്, അതായത് ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് അതിനനുസരിച്ച് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ നല്ലൊരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് കിട്ടിയാൽ ഹ്യൂമൻ ബിഹേവിയർ ബെറ്റർ ആവും. അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. ഇതാണ് ബിഹേവിയറൽ സ്കൂൾ പറഞ്ഞത്. പക്ഷെ അവിടെ അവർ മിസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്താ മിസ് ചെയ്തിരിക്കുന്ന ഫാക്ടർ? അവര് ഓർഗനൈസേഷണൽ ലൈഫ് എന്നാണ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവർക്ക് വർക്ക് ലൈഫ് മാത്രമല്ല ഉള്ളത്, അവർക്ക് എന്തുണ്ട്? അവരുടെ ഹോമും ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ എടുത്താൽ ഹ്യൂമൻ ആണത്, ഹ്യൂമൻ ബീയിങ് ആണ്. സോ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് അവർക്ക് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഉണ്ട്. സോ അവരുടെ പ്രൊഡക്ടിവിറ്റി എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിലുള്ള പ്രശ്നങ്ങൾ, രണ്ടാമതായിട്ട് അവരുടെ പേഴ്സണൽ എൻവയോൺമെന്റിലുള്ള പ്രശ്നങ്ങൾ, റൈറ്റ്? അവരുടെ ഹോമിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഓർഗനൈസേഷണൽ ഹ്യൂമനിസം ആ സെക്കൻഡ് ആസ്പെക്ട് കൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ദി ഫിലോസഫി ഓഫ് ദി സ്കൂൾ ഈസ് ദാറ്റ് individual needs to use all of their capabilities or capacities and creative skills. അത് വർക്കിലും ഉപയോഗിക്കണം, അതേ രീതിയിൽ തന്നെ അവരുടെ ലൈഫിലും ഉപയോഗിക്കണം. ലൈഫ് എന്ന് പറയുന്നത് വർക്കിൽ നിന്ന് മാറ്റി വെച്ച ലൈഫിൽ, അവരുടെ വീട്ടിലും ഉപയോഗിക്കണം. സോ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയില്ലേ, ആ വർക്ക് ലൈഫ് ബാലൻസ് കൺസെപ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഹ്യൂമനിസം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ക്രിയേറ്റീവ് സ്കിൽസും അവരുടെ കപ്പാസിറ്റീസും പൂർണ്ണമായിട്ട് ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതല്ല. അവർക്ക് അതല്ലാതെ ഒരു ഓഫ് ജോബ് ഉണ്ട്, ജോബിൽ അല്ലാത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലും അവർക്ക് ഇതേ ക്രിയേറ്റിവിറ്റീസും അവർക്ക് അവരുടെ കപ്പാസിറ്റീസും ഉപയോഗിക്കാൻ സാധിക്കണം. ഇത് രണ്ടും ചേർന്നതാണ് ഓർഗനൈസേഷണൽ ഹ്യൂമനിസം കൺസെപ്റ്റ്. മനസ്സിലായോ? ഓക്കെ. സോ ഇത്രയുമാണ് തിയറീസ്. ഒരു തിയറി കൂടി ഉണ്ട്, മാനേജ്മെന്റ് സയൻസ്. മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ആണ് മാനേജ്മെന്റ് സയൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഞാൻ നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാം, അതിനുശേഷം പറയാം. ഇപ്പൊ നിങ്ങൾ ഈ 3 തിയറീസ് ഓർക്കുക: സിസ്റ്റംസ് തിയറി, കണ്ടിജൻസി തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ഹ്യൂമനിസം. സോ ദീസ് ആർ ദി വേരിയസ് സ്കൂൾസ് ഓഫ് തോട്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ സ്കൂൾസ് ഓഫ് തോട്ട് ഇതാണ്. മാനേജ്മെന്റ് തിയറീസിനെ ബ്രോഡ്ലി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി ആൻഡ് മോഡേൺ മാനേജ്മെന്റ് തിയറി. ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറിയുടെ ഭാഗമായിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഓർക്കുക. ദെൻ വെൻ കംസ് ടു നിയോ ക്ലാസിക്കൽ സ്കൂൾ, അവിടെ ഹ്യൂമൻ റിലേഷൻ സ്കൂളും ബിഹേവിയറൽ സ്കൂൾസും ഐഡന്റിഫൈ ചെയ്യാം. ദെൻ മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഭാഗമായിട്ട് സിസ്റ്റംസ് തിയറി, കണ്ടിജൻസി തിയറി, ഓർഗനൈസേഷണൽ ഹ്യൂമനിസം ആൻഡ് മാനേജ്മെന്റ് സയൻസ്. Any doubts? ഏതെങ്കിലും തിയറി മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയൂ. Clear answer. ശരി. So let's move on. നമ്മൾ കൺസെപ്റ്റ്സ് എല്ലാം പറഞ്ഞു. Now രണ്ടാമത്തെ ഏരിയ. Let's move on to the basic theories. Theories നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം.
അതായത് നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബേസിക് തിയറീസ്, ഒന്ന് സയന്റിഫിക് മാനേജ്മെന്റ്, രണ്ടാമതായിട്ട് ഫയോളിസം എന്ന് പറയും, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ടൈലറിസം. വാട്ട് ഈസ് ടൈലറിസം? ടൈലറിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദി കൺസെപ്റ്റ് കോൺട്രിബ്യൂട്ടഡ് ബൈ F.W. ടൈലർ, ഫെഡറിക് വിൻസ്ലോ ടൈലർ ആയിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാനേജറിയൽ തോട്ടിനെയാണ് നമ്മൾ ടൈലറിസം എന്ന് പറയുന്നത്. ഓർ അതർവൈസ് യു ക്യാൻ സേ സയന്റിഫിക് മാനേജ്മെന്റ് കൂടി വിളിക്കാം. സോ ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഈ പറയുന്ന ഈ ബോക്സിൽ നിങ്ങൾ നോക്കി, ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നതാണ് എക്സാക്ട്ലി സയന്റിഫിക് മാനേജ്മെന്റ്. സോ scientific management is the art of knowing exactly what you want your men to do and seeing that they do it in the best and cheapest way possible. അതായത് നമ്മളുടെ എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി കാണുക. എന്താണ് നമ്മളുടെ എംപ്ലോയീസ് വർക്ക്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, വർക്ക് എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മുൻകൂട്ടി മനസ്സിലാക്കുക. ആൻഡ് അവർ ആ പറയുന്ന വർക്ക് അതേ രീതിയിൽ, നമുക്ക് വേണ്ട അതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടും ചീപ്പസ്റ്റ് ആയിട്ടും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതാണ് ടൈലറിസം. മനസ്സിലായോ? നമ്മൾ ഇത്രയും നേരം അത് പറഞ്ഞുകൊണ്ടിരുന്ന കൺസെപ്റ്റ് അത് തന്നെയാണ്. വർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, അത് നമ്മുടെ എംപ്ലോയീസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റും ചീപ്പസ്റ്റും മാനറിൽ, അതായത് there is a best way എന്ന് ഇൻഡയറക്ട്ലി പറയുകയാണ്. ആ ബെസ്റ്റ് വേയിൽ സാറേ, ഈ ടൈലറിസം എന്ന് പറയുന്ന സയന്റിഫിക് മാനേജ്മെന്റ് വേറൊരു പേരാണോ അതോ? ആക്ച്വലി സയന്റിഫിക് മാനേജ്മെന്റ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത തിയറിയുടെ പേരാണ്. ടൈലറിസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ കോൺട്രിബ്യൂഷൻസും ചേർത്ത് കഴിഞ്ഞാൽ അത് ടൈലറിസം ആണ്. ബോത്ത് ആർ സെയിം, ഇവഞ്ച്വലി ബോത്ത് ആർ സെയിം. കേട്ടോ, കൺസെപ്റ്റ് രണ്ടും സെയിം. സോ സയന്റിഫിക് മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു, നമ്മളുടെ എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ്. സീ ദി ബെസ്റ്റ് മീൻസ് അവിടെ ഒരു ബെസ്റ്റ് വേ ഉണ്ട്. ആ ഒരു ബെസ്റ്റ് വേയിലും ഏറ്റവും ചീപ്പസ്റ്റ് വേയിലും അവരത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതാണ് ടൈലറിസം ഓർ സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അദ്ദേഹമായിട്ട് പറഞ്ഞിരിക്കുന്ന 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ നമ്മൾ പോപ്പുലർലി അക്സെപ്റ്റ് ചെയ്യുന്ന 4 പ്രിൻസിപ്പിൾസ് ആണ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നത്. അനദർ പ്രിൻസിപ്പിൾ കോൾഡ് വാട്ട് വാസ് ദാറ്റ്, മാക്സിമം പ്രൊഡക്ഷൻ. അങ്ങനെ ഒരു അഡീഷണൽ പ്രിൻസിപ്പിൾ ഉണ്ട്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അങ്ങനെ ഒരു അഡീഷണൽ പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. പക്ഷേ അത് ആ മാക്സിമം ടേം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറില്ല, കോമൺലി അക്സെപ്റ്റ് ചെയ്യാറില്ല. എന്നാൽ ബിക്കോസ് ഒപ്റ്റിമം ആണ് നമുക്ക് വേണ്ടത്. മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതുകൊണ്ട് സയന്റിഫിക് മാനേജ്മെന്റിൽ 4 തിയറീസ് ആണ് പോപ്പുലർലി അക്സെപ്റ്റ് ചെയ്യുന്നത്, പോപ്പുലർലി നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 സയൻസ് നോട്ട് റൂൾ ഓഫ് തം, 2 ഹാർമണി നോട്ട് ഡിസ്കോർഡ്, 3 കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, 4ാമതായിട്ട് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സണൽ. ഓക്കെ, ഫസ്റ്റ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. അതായത് ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്, അല്ലാതെ ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. നമ്മൾ കസ്റ്റമായിട്ട് ഫോളോ ചെയ്തു വന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമോ അല്ല. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഈ വർഷവും ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ല മാനേജ്മെന്റ്. മാനേജ്മെന്റ് സയൻസ് ആണ്. അവിടെ നമ്മൾ റീസൺസ് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഓരോ കാര്യവും കൃത്യമായിട്ട് സയന്റിഫിക്കലി പഠിച്ചിട്ട് വേണം മാനേജ്മെന്റ് ചെയ്യാൻ. അപ്പൊ അതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയാനുള്ള കാരണം. ദിസ് പ്രിൻസിപ്പിൾ സെയ്സ് ദാറ്റ് വി ഷുഡ് നോട്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ എ സെറ്റ് ഓഫ് റുട്ടീൻസ്. പണ്ട് നമ്മൾ ചെയ്തിരുന്ന ഓൾഡ് ടെക്നിക് ഓഫ് ഡൂയിങ് വർക്ക്സ്. റാദർ we should be consistently experiment to develop new techniques which makes the work much simpler, easier and quicker. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളിൽ കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റിയ പുതിയ ഐഡിയാസ് കണ്ടെത്തുക, പുതിയ എക്സ്പെരിമെന്റ്സ് നടത്തുക. അതൊക്കെ വഴി പണ്ട് ചെയ്തിരുന്നൊരു വേ, നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, അതേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും സയന്റിഫിക് അല്ല. അതൊരു റൂൾ ഓഫ് തമ്പാണ്. അതെടുത്ത് മാറ്റിയിട്ട് മാനേജ്മെന്റ് ഒരു സയൻസ് ആയിട്ട് കരുതുക. സയൻസ് ആയിട്ട് കരുതുമ്പോൾ ഗുണം, ഇവിടെ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ചേഞ്ചസ് വരും, ആ ചേഞ്ചസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ചേഞ്ചിനനുസരിച്ച് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. രണ്ടാമതായിട്ട് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതായത് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ such an atmosphere should be created in the organization that labor,
the major factor of production and management consider each other inseparable. അതായത് ഇവിടെ എംപ്ലോയീസും മാനേജ്മെന്റും ഒറ്റക്കെട്ടായിരിക്കും. ഓക്കെ, Taylor has referred to such a situation as mental revolution. മാനസികമായിട്ടുള്ള ഒരു മാറ്റം, ഒരു ചേഞ്ച് ആണ് നമുക്ക് വേണ്ടത്. Taylor firmly believed that occurrence of mental revolution would end all conflict between two parties and be beneficial for both of them. ഇത്തരത്തില് നമ്മുടെ മാനേജ്മെന്റും എംപ്ലോയീസും എപ്പോഴും ആ ഒരു ടൈം പീരീഡ് ഓർക്കുക, 1900 ബിഗിനിങ് ആണ്. സോ മാനേജ്മെന്റ് എംപ്ലോയീസ് എപ്പോഴും കോൺഫ്ലിക്റ്റ് നിൽക്കുന്നു. മാനേജ്മെന്റ് പറയുന്നൊന്നും എംപ്ലോയീസ് കേൾക്കുന്നില്ല, എംപ്ലോയീസ് പറയുന്നൊന്നും മാനേജ്മെന്റ് അക്സെപ്റ്റും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. അത് മാറണം. അതിനുവേണ്ടി ഒരു മെന്റൽ റെവല്യൂഷൻ ആണ് വേണ്ടത്. ഒരു മൈൻഡ് സെറ്റിലുള്ള ചേഞ്ച് തന്നെ ഹാപ്പൻ ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കോപ്പറേഷൻ ഓർ ഇൻഡിവിജ്വലിസം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും സിമിലർ ആയിട്ട് തോന്നും. അല്ല, ഇത് സിമിലർ അല്ല. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, all the activities done by different people must be carried on with the spirit of mutual cooperation. കണ്ടോ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് എൻ്റെ വർക്ക് ചെയ്തു തീർക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതായത് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഒരു ടീം ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അതാണ് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. മാനേജ്മെന്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ആക്ട്, ഇതൊരു കോപ്പറേറ്റീവ് ആക്ട് ആണ്. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എടുക്കുവാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ പറയുന്നുണ്ടല്ലോ, ഏതായിരുന്നു ആ ഒരു തിയറി റിലേറ്റിംഗ് ടു ടീം? ആ തിയറി ഏതായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? പ്രിൻസിപ്പിൾ Coordination of individual and general. ടീം വർക്ക്, യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന തിയറി മറന്നുപോയി. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. 14ാമത്തെ പ്രിൻസിപ്പിൾ Esprit de corps. എസ്പിരിറ്റ് ഡി ക്രോപ്സ്. അത് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചിൽ മാനേജ്മെന്റ് മുന്നോട്ട് പോയില്ല. അതാണ് ഇവിടെയും പറയുന്നത്. ദെൻ നാലാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇവിടെ നമുക്ക് എല്ലാവരെയും അവരുടെ മാക്സിമം എന്നുള്ള രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. According to this principle, the efficiency of each and every person should be taken care of right from his selection. A proper arrangement of everybody's training should be made. അതായത് ഒരു ഇൻഡിവിജ്വലെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, അതായത് സെലക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് അവരുടെ ഇംപ്രൂവ്മെന്റ് നമ്മൾ നോക്കണം. അവർ ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷനും ഇംപ്രൂവ് ചെയ്യും. സോ എംപ്ലോയീസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. സോ ഓരോ ഇൻഡിവിജ്വലിനെയും അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ഏറ്റവും ഹയസ്റ്റ് പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരിക, എന്നാൽ മാത്രമേ മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകും. സോ ദീസ് ആർ ദി 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് സജസ്റ്റഡ് ബൈ FW Taylor. ഏതൊക്കെയാണ് നോക്കുക: സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, then development of each and every person. Is it clear? Any doubts? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. ശരി, ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പോ ടൈലറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സയന്റിഫിക് ആവുന്നു? അതിനുള്ള റീസൺ ഇതാണ്. അദ്ദേഹം ജസ്റ്റ് പ്രിൻസിപ്പിൾസ് വന്നിട്ട് മാറി നിൽക്കുമല്ല, ഈ പ്രിൻസിപ്പിൾസ് എല്ലാം എങ്ങനെ അറ്റൈൻ ചെയ്യാമെന്ന് കൂടി ടൈലർ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മിയർലി ഗിവിംഗ് പ്രിൻസിപ്പിൾസ് അലോൺ. അദ്ദേഹം ആ പറയുന്ന പ്രിൻസിപ്പിൾസ് എങ്ങനെ അറ്റൈൻ ചെയ്യണം, അതിന് വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് കൂടി ടൈലർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദി ടൂൾസ് ആൻഡ് ടെക്നിക്സ്. ഫസ്റ്റ് ടെക്നിക് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. അതായത് ഫോർമാൻസിന് അദ്ദേഹം വേണം. ഫോർമാൻസ് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസർ ടൈപ്പ് പൊസിഷൻ ആണ്. ഓരോ ഫംഗ്ഷനും അദ്ദേഹം സജസ്റ്റ് ചെയ്തത് 8 ഫോർമാൻമാരുണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ, എ ഫോർമാൻ ബിലോങ്സ് ടു ഓപ്പറേഷണൽ മാനേജ്മെന്റ് and is the highest ranking worker, and in order to improve the quality of supervision of workers,
At the supervisor level, Taylor developed the concept of functional foremanship. In this technique, a worker is supervised by several specialists. അതായത് ഇവിടെ ഓരോ ഫംഗ്ഷനും നോക്കാൻ വേണ്ടി ഡിഫറെന്റ് ഫോർമാറ്റ്സ് അവർ ചെയ്യുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 8 ഫങ്ഷണൽ ഹെഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ 4 പേര് പ്ലാനിങ് ഇൻചാർജും 4 പേര് എക്സിക്യൂഷന്റെ ഭാഗമായിട്ടും വർക്ക് ചെയ്യണം. സോ ഓരോ എംപ്ലോയിയുടെയും വർക്ക് ഓവർസീ ചെയ്യാൻ വേണ്ടി there will be 8 persons. അതാണ് ഈ കൺസെപ്റ്റ്. അതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. സോ പ്ലാനിങ്ങിന് വേണ്ടി വർക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി so there are 4 persons planning in charge. The main function of planning in charge is to plan all aspects of job to be performed. ഇതിന്റെ ഭാഗമായിട്ട് 4 പൊസിഷൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നത്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, then റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറിയൻ. ഓക്കെ, സോ 4 പൊസിഷൻസ്. ഒന്ന് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ആണ്. ഹു ഈസ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്? നമുക്ക് നോക്കാം. The main function of instruction card clerk is to draft the instructions according to which workers have to perform their job. ഈ പറയുന്ന ജോബ് എങ്ങനെ ചെയ്യണം? ഓക്കെ, ജോബ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്. സിമ്പിൾ അല്ലേ? ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ഈ ജോബിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ റൂട്ട് ക്ലർക്കാണ്. റൂട്ട് ക്ലർക്കിന്റെ ഡ്യൂട്ടി, ദി റൂട്ട് ക്ലർക്ക് സ്പെസിഫൈസ് റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ, അതായത് സീക്വൻസ് ടു പെർഫോം വേരിയസ് മെക്കാനിക്കൽ ആൻഡ് മാനുവൽ ഓപ്പറേഷൻസ്. ഓരോ ഓപ്പറേഷനും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് വർക്ക് ആദ്യം ചെയ്യണം, ഏത് വർക്ക് രണ്ടാമത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് റൂട്ട് ക്ലർക്കാണ്. മൂന്നാമത്തെ ഇൻഡിവിജ്വൽ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഫിക്സസ് ദി ടൈം ഫോർ സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് ദി വർക്ക് and prepares cost sheet for each job. എപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ ജോബ് എൻഡ് ചെയ്യണം, അത് തീരുമാനിക്കുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. അതേപോലെ തന്നെ ഓരോ ജോബുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഷീറ്റ്, അതിനകത്ത് വരുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അലോക്കേറ്റ് ചെയ്യുന്നതും ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. നാലാമത്തെ ഇൻഡിവിജ്വൽ ഡിസിപ്ലിനേറിയൻ ആണ്. ഹി ഈസ് റെസ്പോൺസിബിൾ ടു എൻഷുർ ഡിസിപ്ലിൻ ഇൻ വർക്ക് പ്ലേസ്. He is concerned with coordination in each job from planning to successful execution. Planning തൊട്ട് എക്സിക്യൂഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, so these are the 4 positions. First, instruction card. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്വം എന്താ? എന്തൊക്കെയാണ് ആ ജോബ് എന്ന് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്. സോ രണ്ടാമത്തെ റൂട്ട് ക്ലർക്ക് ഏത് ജോബ് കഴിഞ്ഞിട്ടാണ് അടുത്ത ജോബ് വരുന്നത്, ആ ഒരു പ്രോസസ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുന്നത് റൂട്ട് ക്ലർക്കാണ്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടൈം, എപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുന്നു. എക്സ്പെൻസുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അത് ഡിഫറൻസ് ഹെഡിലേക്ക് തരംതിരിച്ച് എഴുതുന്നൊക്കെ ടൈം ആൻഡ് കോസ്റ്റുകൾക്കാണ്. ഡിസിപ്ലിനറിന്റെ ഉത്തരവാദിത്വം പ്രോപ്പർ ഡിസിപ്ലിൻ എൻഷുർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഇദ്ദേഹമാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതും ഡിസിപ്ലിനറിയൻ ആണ്. സോ ദീസ് ആർ ദി ഫസ്റ്റ് 4 ഫോർമാറ്റ്സ്. പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന 4 ഫോർമാറ്റ്സ് ഇവർ 4 പേരുമാണ്. ദെൻ എക്സിക്യൂഷനിലേക്ക് വന്നാൽ ഡൂയിങ്, അതാണ് പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറഞ്ഞത്. ഇവിടെ 4 പേര് വരും. ഒന്നാമത്തെ ആൾ സ്പീഡ് ബോസിന്റെ ഉത്തരവാദിത്തം, he is responsible for timely and accurate completion of job. കൃത്യസമയത്ത് ജോബ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫിക്സ് ചെയ്തല്ല, ഈ മുൻകൂട്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടൈം. ആരാ ടൈം ഡിസൈഡ് ചെയ്തത്? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് പറഞ്ഞ സമയത്ത് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് സ്പീഡ് ബോസ് ആണ്. ഓക്കെ, he checks whether work is progressing as per schedule. ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, ആ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നത് സ്പീഡ് ബോസ് ആണ്. രണ്ടാമത്തെ പാർട്ടി ഗ്യാങ് ബോസ് ആണ്. ഗ്യാങ് ബോസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് മെഷീൻസ് ആൻഡ് ടൂൾസ് റെഡി ഫോർ ഓപ്പറേഷൻ ബൈ വർക്കേഴ്സ് സോ ദാറ്റ് ദർ ഇസ് നോ ഡിലേ. വർക്കേഴ്സ് വരുന്ന ടൈമിൽ അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം ഉറപ്പാക്കുക, എക്യുപ്മെന്റ്സ് എല്ലാം റെഡിയാക്കി അവരുടെ മുമ്പിൽ എത്തിക്കുന്നത് ഗ്യാങ് ബോസ് ആണ്. റിപ്പയേഴ്സ് ബോസ്, the repairs boss ensures proper working condition of machines and tools.
ഈ പറയുന്ന മെഷീൻസും ടൂൾസും വർക്കിംഗ് കണ്ടീഷൻ ആണ്, പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് റിപ്പയേഴ്സ് ബോക്സ് ആണ്. ദെൻ ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്തം, he ensures that the work is done as per the standards of quality set out by the planning department. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് മുൻകൂട്ടി തീരുമാനിച്ച അതേ സ്റ്റാൻഡേർഡിൽ, മീൻസ് അദ്ദേഹം ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യും, സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച സ്റ്റാൻഡേർഡിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പാക്കുന്നത് ഇൻസ്പെക്ടറാണ്. സോ 4 പൊസിഷൻസ് ആണ് വരുന്നത്. ഒന്നാമത് സ്പീഡ് ബോസ്, രണ്ടാമത് ഗ്യാങ് ബോസ്, മൂന്നാമതായിട്ട് റിപ്പയേഴ്സ് ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. സ്പീഡ് ബോസ് ടൈംലി കംപ്ലീഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് സ്പീഡ് ബോസ് ആണ്. ഗ്യാങ് ബോസ് ചെയ്യുന്നത് മെഷീൻസും ടൂൾസും എല്ലാം റെഡിലി അവൈലബിൾ ആണ് എന്ന് ഉറപ്പാക്കലാണ് ഗ്യാങ് ബോസ് ചെയ്യുന്നത്. ഈ മെഷീൻസും ടൂൾസും എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണ് എന്ന് ഉറപ്പാക്കുന്നത് റിപ്പയേഴ്സ് ബോസ് ആണ്. ദെൻ ഫ്രം ടൈം ടു ടൈം ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഇൻസ്പെക്ടർ ആണ്. സോ ദീസ് ആർ ദി 8 ഫോർമാറ്റ്സ്. 8 ഫോർമാനെയാണ് ടൈലർ സജസ്റ്റ് ചെയ്തത്. 4 പേർ പ്ലാനിങ്ങിന് വേണ്ടിയും 4 പേർ എക്സിക്യൂഷന് വേണ്ടിയും ഓർ പ്രൊഡക്ഷന് വേണ്ടിയും. സോ ടെൽ മീ, എനി ഡൗട്ട്സ്? നോ സർ. ഓക്കെ. രണ്ടാമത്തെ ടൂൾ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡേർഡൈസേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ ഡിഫറെന്റ് ഫാക്ടറീസ്. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഫോർ പ്രോസസ്, new raw material, time, product, method and working condition. അതായത് ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നു, ടാർഗറ്റുകൾ സെറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതേപോലെ തന്നെ നമ്മളിവിടെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. അതായത് ഫോർ എക്സാമ്പിൾ ഇൻവോയ്സ് പ്രിന്റിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു 100 ഇൻവോയ്സ് പെർ ഡേ പ്രിന്റ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കും. ഓക്കെ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ളതാണെന്ന് പറയാം. അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അപ്ഡേഷൻസ് വരുത്തുക, പുതിയ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുക, ഇതെല്ലാം സ്റ്റാൻഡേർഡൈസേഷന്റെ ഭാഗമാണ്. സോ ഇറ്റ് യൂസസ് സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ്സ്, മെത്തേഡ്സ്, പ്രോസസ് in order to maximize output, keeping in mind quality standards. It helps in establishing norms of size, types, height, etc. So കൃത്യമായിട്ട് എന്തൊക്കെ ഏരിയയിലാണോ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാവുന്നത് അവിടെ എല്ലാം സ്റ്റാൻഡേർഡൈസ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കൃഷി ചെയ്യാതെ വിചാരിക്കാം, പഴയ കലപ്പ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിന് പകരം മോഡേണൈസ് ചെയ്യാവുന്നിടത്തെല്ലാം മോഡേണൈസ് ചെയ്യുക. അതിനുവേണ്ടി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. ഓക്കെ. ദെൻ സിംപ്ലിഫിക്കേഷൻ. Simplification refers to elimination of unwanted varieties, size, products and dimension. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകാം, അതേസമയം അത്ര റിസൾട്ട് തരാത്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. നമുക്ക് റിസൾട്ട് കിട്ടാത്ത പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. അത്തരത്തിലുള്ള അൺവാണ്ടഡ് പ്രൊഡക്ട്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിംപ്ലിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വർക്കിനെ സിംപ്ലിഫൈ ചെയ്യുക, ഏറ്റവും ഈസി ആയിട്ടുള്ള വേസും മീൻസും എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതനുസരിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ജോബ് നേച്ചറിനെ സിമ്പിൾ ജോബ് നേച്ചറിലേക്ക് മാറ്റുക. സോ ദാറ്റ് എംപ്ലോയീസിന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചെറിയ വർക്കാണെങ്കിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് സ്പെഷ്യലൈസേഷനിലേക്ക് ചെല്ലുകയും ചെയ്യും. So this is called standardization and simplification of work. Okay. അടുത്തത് വർക്ക് സ്റ്റഡി ആണ്. വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജോബ് അനാലിസിസ് തന്നെയാണ് കൺസെപ്റ്റ്. അതായത് വർക്കിനെ മൊത്തമായിട്ട് പഠിക്കുക. വർക്ക് സ്റ്റഡി ഈസ് എ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ഓറിയന്റഡ്, അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് വർക്കേഴ്സ് ഇൻ വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് വർക്ക്ഷോപ്പ്. ഓക്കെ. ഇവിടെ ഒരു പർട്ടിക്കുലർ ജോബിൽ വരുന്ന പെർഫോമൻസിനെ നമ്മൾ മൊത്തമായിട്ട് പഠിക്കും. അതായത് ഈ പർട്ടിക്കുലർ ജോബ് എടുക്കുമ്പോൾ അതിന്റെ മെത്തേഡ്, അതിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന മോഷൻ മീൻസ് മൂവ്മെന്റ്, അതേപോലെ അദ്ദേഹം എടുക്കുന്ന ടൈം, അതേപോലെ അദ്ദേഹത്തിന്റെ റെസ്റ്റ് ടൈം, ഫാറ്റിംഗ്, ഈ 4 കാര്യങ്ങളും നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. സോ വർക്ക് സ്റ്റഡിയുടെ ഭാഗമായിട്ട് 4 ഡിഫറെന്റ് സ്റ്റഡീസ് ആണ് വരുന്നത്. വൺ ഈസ് മെത്തേഡ് സ്റ്റഡി. ഇറ്റ് റെഫേഴ്സ് ടു ഐഡന്റിഫൈ ദി മോസ്റ്റ് സ്യൂട്ടബിൾ വേ to do a particular activity.
ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് വഴി ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് മെത്തേഡ് സ്റ്റഡി. സോ ദർ മേ ബി നമ്മൾ പറയുന്ന ഈ തിയറിയിൽ തന്നെ ഒരു ബെസ്റ്റ് ഉണ്ട്. there is a best way of doing things എന്നാണ് ടൈലർ പറയുന്നത്. അപ്പോൾ മെത്തേഡ് എന്ന് പറയുമ്പോഴും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാം. The main objective of this study is to minimize the cost of production and maximize the quality and level of consumer satisfaction. So ഇവിടെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ മെത്തേഡ് ഒരു അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഈവൻ നമുക്കൊരു വർക്കർ ഒരു തേങ്ങ പൊതിക്കുന്ന മെത്തേഡ് ആയാൽ പോലും ആ തേങ്ങ പൊതിക്കുന്നതിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണോ അത് കണ്ടെത്തുക. അതാണ് വർക്ക് സ്റ്റഡിയിൽ വരുന്നത്. സോ ആ മെത്തേഡ് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി. മോഷൻ സ്റ്റഡി ആണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി കണ്ടക്ട് ഓഫ് സ്റ്റഡി ഓഫ് മോഷൻസ് ബീങ് പെർഫോംഡ് ബൈ വർക്കേഴ്സ് ആൻഡ് മെഷീൻസ് വൈൽ ഡൂയിങ് എ ജോബ്. നോർമലി ഇത് റെക്കോർഡ് ചെയ്ത് നോക്കും. ഒരു മൂവി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പൊ ആ എംപ്ലോയി ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹാൻഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ മൂവ്മെന്റ്സ്, ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു അൺവാണ്ടഡ് മൂവ്മെന്റ് ഉണ്ട് പോകുന്നത്, ആ അൺവാണ്ടഡ് മൂവ്മെന്റ് കുറച്ച് ഒഴിവാക്കിയിട്ട് വർക്കിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കുക. ഇതാണ് മോഷൻ സ്റ്റഡി. ഓക്കെ, അൺനെസസറി ആയിട്ടുള്ള മോഷൻസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഷൻ സ്റ്റഡിയുടെ എയിം. ദെൻ ടൈം സ്റ്റഡി. ഇറ്റ് റെഫേഴ്സ് ടു ഡിറ്റർമിൻ ദി ടൈം, സ്റ്റാൻഡേർഡ് ടൈം required to complete a particular activity. ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് ടൈമാണ് സാധാരണഗതിയിൽ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ടൈമാണ്. ആ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യാനാണ് ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ദി സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ആവറേജ് ടൈം ടേക്കൺ ബൈ സെവറൽ എക്സ്പീരിയൻസ് ഇൻ ദി സെയിം വർക്ക്. ഒരേ വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര ടൈമാണ് എടുത്തത്, അതിന്റെ ആവറേജ്. ഒരു 100 തേങ്ങ പൊതിച്ചപ്പോൾ ഓരോ തേങ്ങയ്ക്കും അദ്ദേഹം എത്ര ടൈം എടുത്തു, അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ യു ഗെറ്റ് എ സ്റ്റാൻഡേർഡ് ടൈം. ആ സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കണം എംപ്ലോയീസിന് കൊടുക്കേണ്ടത്. ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം, അതിൽ കൂടുതൽ നിങ്ങൾ പെർഫോം ചെയ്യണം എന്ന് പറയാം. ദെൻ ഫാറ്റിഗ് സ്റ്റഡി. ഇറ്റ് റെഫേഴ്സ് ടു ഡിറ്റർമിൻ ദി ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് ടു കംപ്ലീറ്റ് എ പെർട്ടിക്കുലർ ജോബ്. എ റെസ്റ്റ് റിഫ്രഷർ ഫോർ വർക്കേഴ്സ്, റൈറ്റ്? ഇപ്പോൾ റെസ്റ്റ് ടൈം ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് റിഫ്രഷ്മെന്റ് ടൈമാണ്. അങ്ങനെ റിഫ്രഷ്മെന്റ് ടൈം കൊടുക്കുകയാണെങ്കിലും അത് കൃത്യമായിരിക്കണം. ലൈക്ക് ഒരു 5 മിനിറ്റ് ആണ് റെസ്റ്റ് ടൈം എങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് ഒരു ജോബിൽ തിരിച്ചെത്തണം. അങ്ങനെയുള്ള റെസ്റ്റ് ടൈം കൃത്യമായിട്ട് പഠിച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാറ്റിഗ് സ്റ്റഡി പറയുന്നത്. സോ വർക്ക് സ്റ്റഡി മീൻസ് ഓവറോൾ സ്റ്റഡി. അതിനകത്ത് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റിഗ് സ്റ്റഡി ആർ ഇൻവോൾവ്ഡ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ. ദെൻ അടുത്തത് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ടൈലർ പറഞ്ഞത് 2 രീതിയിലുള്ള പീസ് വേജ് ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു എംപ്ലോയിക്ക് നിങ്ങൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം 100 തേങ്ങ പൊതിക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവർക്ക് 100 തേങ്ങ പൊതിക്കണം. പക്ഷെ ആ എംപ്ലോയി 90 തേങ്ങയെ പൊതിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തില്ലല്ലോ. ഈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാത്ത എംപ്ലോയീസിന് ഒരു തേങ്ങയ്ക്ക് 10 രൂപ വെച്ച് കൊടുക്കുന്നു. സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്ത 100 അതിലധികമോ 105 തേങ്ങ പൊതിച്ചെന്ന് വിചാരിക്കുക, അവർക്ക് ഒരു തേങ്ങയ്ക്ക് 20 രൂപ വെച്ച് കൊടുക്കുന്നു. ഇതിനെയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത എംപ്ലോയീസിന് ഒരു ഹയർ റേറ്റ് ഓഫ് വേജസും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത എംപ്ലോയീസിന് ഒരു ലോവർ റേറ്റ് ഓഫ് വേജസും പ്രൊവൈഡ് ചെയ്യാം. So differential piece rate system is a system of wages payment in which efficient and inefficient workers are paid at different rates. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എഫിഷ്യന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തവർ, അവർക്കൊരു ഹയർ റേറ്റും, ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവർ അവർക്കൊരു ലോവർ റേറ്റിലുമായിരിക്കും പേ ചെയ്യുക. സോ ടൈലർ ഹാസ് സജസ്റ്റഡ് 2 types of wage for similar work: higher wage for efficient workers and lower wage for inefficient workers. Taylor classified the workers as efficient and inefficient on the basis of their performance. Workers who perform up to or above the standard set for them are regarded as efficient. On the other hand, inefficient workers are ones who perform below the standard. Clear, alle? So if they are achieving standard, they will be given they will be provided with a higher remuneration.
where they are not able to achieve the target, they will be provided with a lower remuneration. ഇതാണ് ഡിഫറൻഷ്യൽ ഫീ സ്വിച്ച്. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ലാസ്റ്റ് വൺ മെന്റൽ റെവല്യൂഷൻ. സോ ഈ ഒരു മെന്റൽ ചേഞ്ച് ഹാപ്പൻ ചെയ്യണം. സോ ടൈലർ അഡ്വക്കേറ്റ്സ് എ മെന്റൽ ചേഞ്ച് ഇൻ ദി മൈൻഡ് സെറ്റ് ഓഫ് ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. സോ എംപ്ലോയറുടെ അടുത്തായാലും അതേപോലെ എംപ്ലോയീസ് ആയാലും ഇവരുടെ മൈൻഡ് സെറ്റ് മാറണം. ആസ് പെർ ടൈലർ, a revolution in mindset of both the employer and the workers is required because it will promote feeling of cooperation and will be beneficial for both the parties. Normally, it is seen that conflict between employees and workers results in division of profits, with both the parties demanding a larger share of profit. This is the main reason for the reason why a mental revolution is required. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ എംപ്ലോയർ കോൺഫ്ലിക്റ്റുകൾക്കും കാരണം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്, റൈറ്റ്? എംപ്ലോയർ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നു, എംപ്ലോയിക്ക് ഒന്നും കിട്ടുന്നില്ല. അത് തോന്നുന്നു എംപ്ലോയി തമ്മിൽ എന്തായാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ മൈൻഡ് സെറ്റിൽ മാറ്റം വരണം. അക്കോർഡിംഗ് ടു ടൈലർ, ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് ഓവർ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്സ്, ബോത്ത് പാർട്ടീസ് ഷുഡ് മേക്ക് എഫേർട്സ് ടു ഇൻക്രീസിംഗ് ദി പ്രോഫിറ്റ്സ്. അതായത് ഇങ്ങനെ പ്രോഫിറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം രണ്ട് പാർട്ടീസും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോൾ രണ്ടു പേർക്കും ഗുണമുണ്ടാവും. ഇതാണ് മെന്റൽ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. Such a situation will result in increase in production, and as such, a high increase in profits will make any talk of division of profits meaningless. ഇങ്ങനെ രണ്ടുപേർക്കും ബെനിഫിറ്റ് കൂടുന്നത് കൊണ്ട് ഇവർ തമ്മിൽ പിന്നെ വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഒരേ രീതിയിൽ കിട്ടുമെന്നാണ് ആര് പറയുന്നത്? ടൈലർ പറയുന്നത്. So these are the different techniques, tools and techniques proposed by F.W. Taylor. Any doubts? No, sir. Okay, so let's move on. Scientific management കഴിഞ്ഞാൽ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ബൈ ഫയോൾ. ഇദ്ദേഹത്തിന്റെ ഈ കൺസെപ്റ്റിനെ ഫയോളിസം എന്ന് കൂടി വിളിക്കും. സോ ഫയോളിസം ആൻഡ് ഇതിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. സോ ഈ ഒരു വ്യൂ പോയിന്റ്, ഈ ഒരു ഡെഫിനിഷൻ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. അതായത് ഇദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് വ്യൂ പോയിന്റ്, മാനേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് മീൻസ് ഡയറക്റ്റ് ചെയ്യുക, ആൻഡ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഈ പറയുന്ന ഓരോ ആക്ടിവിറ്റിയും ചേർന്നതാണ് മാനേജ്മെന്റ്. സോ ഡിഡ് യു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? നമ്മൾ ടൈലറിസം പറഞ്ഞപ്പോൾ ടൈലർ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പൂർണ്ണമായിട്ടും ഒരു എംപ്ലോയിയുടെ പെർട്ടിക്കുലർ എംപ്ലോയിയുടെ വർക്ക്, ആ വർക്ക് എങ്ങനെയായിരിക്കണം, അതെങ്ങനെ ഒരു ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്യാം, അത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മാനറിൽ എങ്ങനെ ചെയ്തു തീർക്കാം, ഇതിനെ പറ്റിയാണ് ടൈലർ പറഞ്ഞത്. എന്നാൽ ഫയോളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ്. ഫയോൾ മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂലാണ്. അതായത് ഒരു ലോവർ ലെവൽ എംപ്ലോയിയുടെ വർക്ക് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ടൈലറുടെ വ്യൂ പോയിന്റ് എങ്കിൽ, ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി അപ്പർ ലെവൽ തോട്ടാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഫയോൾ പറയുന്നത്. സോ ഫയോളിന്റെ വ്യൂവിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ ആക്ടിവിറ്റീസ് ആണ്, അതായത് കുറെ ഫങ്ഷൻസ് ആണ്, ലൈക്ക് ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോൾ. ഇതാണ് ഇദ്ദേഹത്തിന്റെ വ്യൂവിൽ മാനേജ്മെന്റ്. യു ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, റൈറ്റ്? ആദ്യം നമ്മൾ പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫയോളിസം ഓർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അത് ഓർക്കുക. അത് വെച്ചുകൊണ്ട് നമ്മളുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നോക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡിവിഷൻ ഓഫ് വർക്ക്. സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ ഇൻക്രീസസ് ഔട്ട്പുട്ട് ബൈ മേക്കിംഗ് എംപ്ലോയി മോർ എഫിഷ്യൻറ്റ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഈ ഫിലോസഫി ഓർ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളോടുകൂടി ഓർക്കാം. അതായത് നമ്മളുടെ ഫോർഡ് കമ്പനി 1929 അവരുടെ ഓവറോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 30 യൂണിറ്റ്സ് ഓഫ് കാർ മാത്രമായിരുന്നു. അതായത് ഒരു വർഷം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറിന്റെ നമ്പർ ആയിരുന്നു 30. അവരത് ഈ ഒരു സ്ട്രാറ്റജി ഡിവിഷൻ ഓഫ് വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 3 to 4 ടൈംസ് അവർക്ക് നെക്സ്റ്റ് ഇയറിൽ തന്നെ, അതായത് 1931 തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ 3 to 4 ടൈംസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്ട്രാറ്റജി ഇത്ര മാത്രമേ ഉള്ളൂ.
ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു ടീമിനെ ഏൽപ്പിക്കുന്നതിന് പകരം ആ കംപ്ലീറ്റ് പ്രോസസ്സിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടീമുകളെ ഏൽപ്പിക്കുക. ഓക്കെ, അതായത് ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇമാജിൻ ചെയ്യുക ഒരു കാർ പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കാം. റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നത് തൊട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റിയും ഒരു ടീം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനകത്ത് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. അതേപോലെ സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യില്ല. അതിനു പകരം റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു ടീം, പ്രൊഡക്ഷന് വേണ്ടി മറ്റൊരു ടീം, ദെൻ അതിന്റെ മാർക്കറ്റിംഗ് സൈഡിന് വേണ്ടി മറ്റൊരു ടീം, അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിന് വേണ്ടി വേറൊരു ടീം, ദെൻ അതിന്റെ ഫൈനൽ ഫിനിഷിങ്ങിനൊക്കെ വേറൊരു ടീം. അങ്ങനെ ഡിഫറെന്റ് ടീംസിനെ സെറ്റ് ചെയ്താൽ, അതായത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഓക്കെ, ആ ചെറിയ വർക്ക് അദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹി വിൽ ബിക്കം എൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. സെയിം വർക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് വഴി അദ്ദേഹം ഒരു എക്സ്പെർട്ടായി മാറും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യും, അതിനകത്ത് എറർ വരാനുള്ള ചാൻസസും കുറയും. ഇതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൺസെപ്റ്റ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് വർക്കിനെ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ഓഫ് വർക്കിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ആ ചെറിയ പാർട്ടുകൾ ഓരോ ടീമിനെ ഏൽപ്പിക്കുക. സോ ആ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രം ചെയ്യുന്ന ടീമിന് വീണ്ടും വീണ്ടും പ്രൊക്യൂർമെന്റ് മാത്രം ചെയ്താൽ മതി. റൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ MNCs ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ഒരാൾ മാത്രമാണോ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. അവർ ആ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ, അതായത് ആ ഒരു ബാലൻസ് ഷീറ്റിലെ ഒരു ഐറ്റംസിനെ തന്നെ അവർ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് അക്കൗണ്ട്സ് പേയബിൾ. അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന ഏക ആക്ടിവിറ്റി ആ ബാലൻസ് ഷീറ്റ് ഒരു ഐറ്റം, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ മാനേജ് ചെയ്യൽ മാത്രമാണ്. അതേപോലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് റിസീവബിൾസ് മാനേജ്മെന്റ്. സോ റിസീവബിൾസ് മാത്രമായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. അസറ്റ് മാനേജ്മെന്റ്, അസറ്റിന്റെ കാര്യം മാത്രം നോക്കുന്ന കമ്പനികൾ. സോ എൻറ്റയർ അക്കൗണ്ടിങ് ആക്ടിവിറ്റിയെ ചെറിയ ചെറിയ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഒരു ചെറിയ പാർട്ട് മാത്രം ഒരു എംപ്ലോയി ഏൽപ്പിക്കുന്നു. സോ ദാറ്റ് ആ ചെറിയ പാർട്ട്, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന കാര്യം മാത്രം നോക്കുമ്പോൾ അക്കൗണ്ട്സ് പേയബിളിനെ പറ്റി കൂടുതൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. സോ റിപ്പീറ്റഡ്ലി സെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഹാപ്പൻ ചെയ്യും. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൺസെപ്റ്റ്. ദെൻ വാട്ട് വിൽ ബി ദി നെഗറ്റീവ്? ഡിവിഷൻ ഓഫ് വർക്ക് കാരണം ഉണ്ടാകാവുന്ന നെഗറ്റീവ് എന്താണ്? മറ്റു വർക്കിനെ പറ്റി അവർക്കൊരു ധാരണ കാണും. നമ്മളിപ്പോ ഒരു അക്കൗണ്ടന്റ് എന്ന് വിളിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അക്കൗണ്ട്സ് പേയബിൾ മാത്രമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ അക്കൗണ്ടന്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഹി മെ നോട്ട് നോ ദി എൻറ്റയർ തിങ്. ബാലൻസ് ഷീറ്റിൽ ഒരു ഐറ്റം മാത്രം അറിയാം, ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. അതാണ് ഈ ഒരു ഡിവിഷൻ ഓഫ് വർക്ക് കാരണം ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം. ഓക്കെ, സോ ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് മാത്രമായിരിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് മാനേജേഴ്സ് മസ്റ്റ് ബി ഗീവൺ അതോറിറ്റി which in turn gives them the right to give orders. Authority and responsibility concept ഉദ്ദേശിക്കുന്നത് ഇതാണ്. Authority means power, responsibility means obligation. ഓക്കെ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പവർ, എത്രമാത്രം പവർ കിട്ടുന്നുണ്ടോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ പ്രിൻസിപ്പിൾ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ. Employees must obey and respect the rules that govern the organization. This helps an organization run smoothly. Discipline, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ്, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആണ്, റൈറ്റ്? അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആക്ടിവിറ്റീസ് എംപ്ലോയീസ് അവരുടെ എന്താ പറയുക, സുപ്പീരിയേഴ്സ് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. സോ ദെയർ മസ്റ്റ് ബി എ പ്രോപ്പർ സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്ത് പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കൺസെപ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ സുപ്പീരിയർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു സബോർഡിനേറ്റ്, അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു സുപ്പീരിയർ മാത്രമായിരിക്കണം. ഒന്നിൽ കൂടുതൽ സുപ്പീരിയർ വന്നാൽ എന്ത് സംഭവിക്കും? ആരുടെ ഓർഡർ അനുസരിക്കണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് വൺ സബോർഡിനേറ്റ് വൺ സുപ്പീരിയർ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ കംസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഒരു യൂണിറ്റിന് ഒരു പ്ലാനേ ഉണ്ടാകാൻ പാടുള്ളൂ. മീൻസ് ഒരു ടീം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ടീമിന് ഒറ്റ ലക്ഷ്യവുമായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതാണ് വൺ യൂണിറ്റ്
one plan. One unit, one plan. ഇതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. മൂന്നാമതായിട്ട് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫ്രം ജനറൽ ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വന്നാൽ നമുക്ക് നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളുടെ ടീമിന്റെ മൊത്തമായിട്ടുള്ള അഭിപ്രായത്തിനാണ്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫ്രം ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻട്രസ്റ്റിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുക. എല്ലാവരും പറയുന്ന ഒപ്പീനിയൻ നമ്മളുടെ ഒപ്പീനിയന് വിരുദ്ധമായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. സോ ദീസ് ആർ ദി ഫസ്റ്റ് 6 പ്രിൻസിപ്പിൾസ്: ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, then principle of discipline, unity of command, unity of direction, subordination of individual interest to general interest. Any doubts? Clear, sir. ശരി, അടുത്തത് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ പറയുന്നത് ഒരു ഫെയർ റെമ്യൂണറേഷൻ എംപ്ലോയീസിന് കൊടുക്കണമെന്നാണ്. അതായത് ഫയോള് പറയുന്നത് ഒരു ആഡിക്വേറ്റ് റെമ്യൂണറേഷൻ, അവർ ചെയ്യുന്ന വർക്കിന് കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമേ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ ആണ് ഫയോൾ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കമ്പനികൾ കൂടുതൽ MNCs ഒക്കെ ആയി മാറിയപ്പോൾ, മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആയി മാറിയപ്പോൾ സെൻട്രലൈസേഷൻ്റെ ഒപ്പം ഡീസെൻട്രലൈസേഷനും കൂടി ആഡ് ചെയ്തു. അതായത് ഇത് രണ്ടും വേണം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എൻ്റെയർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, പല ഹെഡ്സിനെ അസൈൻ ചെയ്യുക, പല റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഇതെല്ലാം ഡീസെൻട്രലൈസേഷൻ ആണ്. ചെറിയ കമ്പനികളാണെങ്കിൽ, ചെറിയ ബിസിനസ് എൻറ്റിറ്റീസ് ആണെങ്കിൽ സെൻട്രലൈസേഷൻ ആണ് നല്ലത്. ബിക്കോസ് ഡിസിഷൻ മേക്കിംഗ് ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. വേറാസ് ഒരു കമ്പനി, ഒരു MNCയോ വലിയ ലാർജ് സ്കെയിൽ എൻറ്റിറ്റിയോ ഒക്കെ ആണെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഇൻ ദാറ്റ് കേസ് ഡീസെൻട്രലൈസേഷൻ വിൽ ബി ബെറ്റർ. ഇതാണ് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും. ദ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈ സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് അതോറിറ്റിയാണ്. അതായത് ദർ മസ്റ്റ് ബി എ പ്രോപ്പർ ഓർഡർ. ആ ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കണമെന്നാണ് സ്കാലാർ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ ഇമാജിൻ, ഇതാണ് ചെയിൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ ഒരു ഇൻഡിവിജ്വൽ, നമ്മളുടെ മേ ബി അവർ MD, അതിന് താഴെയായിട്ട് വരുന്ന 2 ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് B ആൻഡ് C, അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എംപ്ലോയീസ് C ഓൾറെഡി എഴുതിയല്ലേ, D ആൻഡ് E, then അവർക്ക് താഴെ വരുന്ന ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ F, G. ഓക്കെ, ഇതാണ് ഒരു പ്രോപ്പർ ഓർഡർ. അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യേണ്ടത് ഈ ലൈനിലൂടെയാണ്. അതോറിറ്റി ഫ്ലോ ചെയ്യുന്ന അതേ ലൈനിലൂടെ ആയിരിക്കണം ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യേണ്ടത്. സോ ഏറ്റവും ടോപ്പിലേക്ക് നിൽക്കുന്ന ഇൻഡിവിജ്വൽ A, അദ്ദേഹത്തിന് താഴെ B, then D, then F. ആ ഒരു ഓർഡർ ഫോളോ ചെയ്തത്. ഇതാണ് സ്കാലാർ പ്രിൻസിപ്പിൾ. റാങ്കിന്റെയും അതോറിറ്റിയുടെയും പവറിന്റെയും ഒക്കെ ഫ്ലോ ആണ് സ്കാലാർ ചെയിൻ പറയുന്നത്. ഈ സ്കാലാർ ചെയിനിൽ സെയിം ലെവൽ ഓഫീസേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ വിളിക്കുന്നത്? സെയിം ലെവൽ ഓഫീസേഴ്സ്, ലൈക്ക് Fഉം Gയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ Dയും Eയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, Bയും Cയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെന്ത് വിളിക്കും? ലൈൻ മാനേജ്മെന്റ് ആണ്. നോ, ഇതിനൊരു പേര് വിളിക്കും. ദിസ് ഈസ് കോൾഡ് ഗ്യാങ് പ്ലാങ്ക്. കേട്ടിട്ടുണ്ടോ? ഓക്കെ. സെയിം ലെവൽ ഓഫ് അതോറിറ്റി തമ്മിലുള്ള ഇൻഡിവിജ്വൽ, സെയിം ലെവൽ ഓഫ് അതോറിറ്റി ഉള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്യാങ് പ്ലാങ്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്കാലാർ ചെയിൻ. ദെൻ കംസ് ഓർഡർ. ബോത്ത് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി അറ്റ് ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. ഇതാണ് ഓർഡർ. അതായത് ഓർഗനൈസേഷൻ ആകുമ്പോൾ പ്രോപ്പർ ഓർഗനൈസേഷൻ ഉണ്ടാവണം. അതായത് എവിടെയാണോ ഒരു ഇൻഡിവിജ്വലിന് ആവശ്യം ആ ടൈമിൽ അവിടെ ഉണ്ടായിരിക്കണം. പ്രോപ്പർ അറേഞ്ച്മെന്റ് ആണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് ഇക്വിറ്റി. Equity means managers should be fair and kind to their subordinate. Equity in the sense equality must be there. എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം, എല്ലാവരോടും ഫെയർ ആയിട്ട് പെരുമാറണം. ഇതാണ് ഇക്വിറ്റി. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു ഇൻഡിവിജ്വലിനെ ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്താൽ അദ്ദേഹത്തെ അതേ പൊസിഷനിൽ തന്നെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻ കേസ് നമ്മൾ A എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇട്ടു. ഓക്കെ, അദ്ദേഹം ഒരു 10 ദിവസം അവിടെ വർക്ക് ചെയ്തപ്പോൾ
നമ്മൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അക്കൗണ്ട്സിലേക്ക് ഇട്ടു. ദെൻ അവിടെ നിന്ന് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മാറ്റി മാർക്കറ്റിംഗിൽ ഇട്ടു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻഡിവിജ്വൽ അവിടെ ജോയിൻ ചെയ്ത പൊസിഷനിൽ നിന്നും പലയിടത്തേക്ക് മാറ്റി ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഒരു മെത്തേഡായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. അതിനൊരു പേര് വിളിക്കും. എന്താ അതിന്റെ പേര്? ഇങ്ങനെ ഒരു എംപ്ലോയിയെ പല ഡിപ്പാർട്ട്മെന്റിൽ ഇരുത്തി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിന്റെ പേരെന്താണ്? ദിസ് ഈസ് കോൾഡ്, കേട്ടിട്ടുണ്ടോ? ജോബ് റൊട്ടേഷൻ. Yes, sir. ഓക്കെ, അതായത് ഒരു എംപ്ലോയിയെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ ഇരുത്തി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ജോബ് റൊട്ടേഷൻ. പക്ഷെ ഒരു എംപ്ലോയിയെ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അവർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് എന്താണെന്ന് പഠിക്കില്ല, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കില്ല, ദെൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണെന്ന് മനസ്സിലാക്കില്ല. മീൻസ് ദേ വിൽ നോട്ട് ഗെറ്റ് സ്പെഷ്യലൈസേഷൻ. അതുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിനെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുക കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈവൻ ഇവർ റിസൈൻ ചെയ്തു പോയാൽ പോലും നമുക്ക് അവർക്ക് വേണ്ടി റീപ്ലേസ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഒരു ഇൻഡിവിജ്വലിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ആ ഒരു പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് സ്പെഷ്യലൈസേഷനെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടും. ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇനീഷ്യേറ്റീവ്. എംപ്ലോയീസ് ഷുഡ് ബി അലൗഡ് ആൻഡ് എൻകറേജ് ടു ഇനീഷ്യേറ്റ് ദി പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ സജഷൻസ് ഒക്കെ പറയാൻ വേണ്ടി എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യണം. എംപ്ലോയീസിന്റെ ഒപ്പീനിയൻസ്, എംപ്ലോയീസിന്റെ അവരെന്തെങ്കിലും പ്ലാനുകളിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ഇനീഷ്യേറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഫൈനലി എസ്പിരിറ്റ് ഡി ക്രോസ്. ദാറ്റ് മീൻസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഹാർമണിയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് ടൈലർ കൺസെപ്റ്റ് സെയിം പോയിന്റ് ഉണ്ടല്ലോ. ഏതായിരുന്നു? കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കണ്ടോ? സെയിം തിങ്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഹാർമണി. അതായത് നമ്മളിപ്പോ എക്സ്പിരിറ്റ് ഡീക്രോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർമണിയാണ് വേണ്ടത്. ഓർഗനൈസേഷനകത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. സോ ദീസ് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. എനി ഡൗട്ട്സ്? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫ്രം ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാല ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ, ഇനിഷ്യേറ്റീവ് ആൻഡ് എസ്പിരിറ്റ് ഡി കോർസ്. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, then let's compare ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസും ടൈലറുടെ കോൺട്രിബ്യൂഷൻസും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ, സോ ഫസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ടൈലർ ആരെ പറ്റിയാണ് പറയുന്നത്? ടൈലർ പറയുന്നത് ഒരു ഷോപ്പ് ഫ്ലോർ ലെവലിലുള്ള ഏറ്റവും താഴത്തെ ലെവലിലുള്ള എംപ്ലോയിയെ പറ്റിയാണ്. ഒരു ഓപ്പറേറ്റീവ് ലെവലിലുള്ള എംപ്ലോയി. അതുകൊണ്ടാണ് അവർക്ക് ഫോർമാൻമാർ വേണം. അവർ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ച് നോക്കണം, ഏറ്റവും ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ഷോപ്പ് ഫ്ലോർ ലെവൽ എംപ്ലോയിയെ പറ്റിയാണ്. അവരുടെ വർക്കിനെ പറ്റിയാണ് ടൈലർ സംസാരിച്ചത് മൊത്തം. എന്നാൽ ഫയോൾ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. സോ ഓൾ ദീസ് കംസ് അറ്റ് ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അതാണ് പെർസ്പെക്റ്റീവ് തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ്. ദെൻ പേഴ്സണാലിറ്റി. Taylor was a scientist. That's why he said he provided us with some principles, and he also said the ways to achieve this. Right? പ്രിൻസിപ്പിൾ പറയുക മാത്രമല്ല, എങ്ങനെ അച്ചീവ് ചെയ്യണമെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫയോളിന്റെ ഒരു പ്രാക്ടീഷണർ വ്യൂ ആണ്. അതായത് അദ്ദേഹം കുറെ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലത് എന്ന് മാത്രമേ ഫയോൾ പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഫോക്കസ് പറയുകയാണെങ്കിൽ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ്. There again you can see workers. എംപ്ലോയി ആണ് ഓർക്കുന്നത്. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ടൈലർ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫയോളിലേക്ക് വരുമ്പോൾ ഓവറോൾ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. റൈറ്റ്? അതല്ലേ ഓവറോൾ എഫിഷ്യൻസി മീൻസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എങ്ങനെ ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യണം, എങ്ങനെ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് ലെവൽ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ടെക്നിക്സ്, സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. സോ ബേസിക്കലി ടൈലർ നോക്കിയത് ഓരോ ആക്ടിവിറ്റിയും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ്.
അതായത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, എങ്ങനെ ജോബ് സ്റ്റഡി നടത്തണം, അതായത് വർക്ക് സ്റ്റഡി, ഇതൊക്കെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ച് സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് നടത്തിയതിനു ശേഷമാണ് ടൈലർ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഫയോൾ ജനറലി ഉള്ള ഗൈഡ് ലൈൻസ് മാത്രമായിട്ടാണ് പ്രിൻസിപ്പിൾ വന്നിരിക്കുന്നത്, ജനറൽ പ്രിൻസിപ്പിൾസ്. സോ നേച്ചർ ഓഫ് വർക്ക് ഡൺ, സയന്റിഫിക് മാനേജ്മെന്റ്, ഫയോൾ when it comes to ഫയോൾ that is general theory of administration. ഓക്കെ, ദെൻ മീനിങ് പറയുകയാണെങ്കിൽ കമ്പാരിസൺ വേണ്ടി ഹെൻറി ഫയോൾ ഇവിടെയും FW ടൈലർ രണ്ടാമത്തെ കോളത്തിലാണ്, മുമ്പത്തെ ടേബിളായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. സോ ഹെൻറി ഫയോളിലേക്ക് വരുമ്പോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് who laid down 14 principles of management for improving overall administration. Taylor is the father of scientific management who introduced 4 principles of management for increasing overall productivity. Productivity of workers ആണ് അവിടെ വരുന്നത്. ഇവിടെ ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ഫയോൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. സോ കൺസെപ്റ്റും ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എംഫോസിസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്, ടൈലറുടേത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ആപ്ലിക്കബിലിറ്റി യൂണിവേഴ്സലി ആപ്ലിക്കബിൾ പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോൾ പറഞ്ഞതെങ്കിൽ നമ്മൾ ടൈലറുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില ഓർഗനൈസേഷനിൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അതായത് വർക്കർ സെൻട്രിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ലേബർ സെൻട്രിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലെ നമുക്ക് ടൈലറുടെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഇദ്ദേഹം ഫോം ചെയ്തിരിക്കുന്ന ബേസിസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഹെൻറി ഫയോൾ. ടൈലറുടെ കേസിൽ അദ്ദേഹം ഒബ്സർവേഷൻ നടത്തി, എക്സ്പെരിമെന്റ്സ് നടത്തി, കൃത്യമായിട്ട് പഠിച്ച ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓറിയന്റേഷൻ ഹെൻറി ഫയോൾ മാനേജീരിയൽ ഫംഗ്ഷൻ എന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ടൈലർ പ്രൊഡക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അതാണ് അദ്ദേഹം പറഞ്ഞത്. ദെൻ സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ്, ഫയോളിന് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് വിത്ത് മാനേജേഴ്സ്. ദെൻ ടൈലറുടെ കേസിൽ ഡിഫറൻഷ്യൽ പീസ് വേ സിസ്റ്റം ആണ് അപ്രോച്ച്. ഒരു മാനേജറുടെ അപ്രോച്ചാണ് ഹെൻറി ഫയോൾ, ഒരു എഞ്ചിനീയർ അപ്രോച്ചാണ് FW ടൈലർ വെച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആൻഡ് ദി ഡിഫറൻസ് ഓൾസോ, ഡിഫറൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡിഫറൻസ്. ആ ഒരു പെർസ്പെക്റ്റീവാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. നൗ കുറച്ച് ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തു നോക്കാം. Who coined the term scientific management? Simple question, right? പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. FW Taylor. ഓക്കെ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആരായിരുന്നു? എൽട്ടൺ മയോ, റൈറ്റ്, വെരി ഗുഡ്. ദെൻ ഓർക്കാത്തവർ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക, എൽട്ടൺ മയോ ആണ്. Then who was the champion of welfare movement propagated in the mid 19th century? വെൽഫെയർ മൂവ്മെന്റ് കൺസെപ്റ്റ് ആണ്, ആരായിരുന്നു? എനി ഐഡിയ? നമ്മൾ ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു. റോബർട്ട് ഓവൻ, റൈറ്റ്, റോബർട്ട് ഓവൻ ആണ്. അന്ന് ഓർത്തേക്ക് കുറച്ച് അഡീഷണൽ ഏരിയാസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. റോബർട്ട് ഓവൻ ആണ് വെൽഫെയർ മൂവ്മെന്റ്. വെൽഫെയർ മൂവ്മെന്റ് എന്താണ് കൺസെപ്റ്റ് എന്ന് കൂടി ഒന്ന് സെർച്ച് ചെയ്തേക്കുക കേട്ടോ. ദെൻ what was the guiding principle of scientific management? Guiding principle of scientific management experimentation ആണോ, fluid working relationship, freedom of association, one best way to do a job? One best way to do a job. Right. Scientific management is all about finding the best way. എല്ലാത്തിലും ഒരു ബെസ്റ്റ് വേ ഉണ്ട്, ആ ബെസ്റ്റ് വേ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് പറയുന്നത്. Then which feature does not form one of the Fayol's 14 principles of management? Esprit de corps, initiative, order, individualism. Individualism വേണ്ടെന്നല്ലേ പറയുന്നത്. സോ കോപ്പറേഷൻ ആണ്. അതേത് പ്രിൻസിപ്പിൾ ആയിരുന്നു? എസ്പിരിറ്റ് ഡി ക്രോപ്സ്, റൈറ്റ്. ടീം സ്പിരിറ്റ് ആണ് വേണ്ടത്, ഇൻഡിവിജ്വലിസം അല്ല. ഓക്കെ, സോ ഇൻഡിവിജ്വലിസം ആണ് വേണ്ടെന്ന് പറയുന്നത്. സോ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത്, according to Taylor, even a small production activity like loading figures of iron into boxes can be systematically planned and managed. This can result in tremendous saving of human energy as well as wastage of time and materials. Identify the related principle of scientific management. So പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ചെറിയ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആയാലും, ലോഡിങ് അയൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്രെമൻഡസ് ആയിട്ടുള്ള സേവിങ് ഹ്യൂമൻ എനർജിയിലും ടൈമിലും
ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളുമായി റിലേറ്റഡ് ആണ്? Science not rule of thumb ആണ് sir. എക്സാക്ട്ലി, സയൻസ് ആണ്, മാനേജ്മെന്റ് സയൻസ് ആണ്. അത് നമ്മൾ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ വരുന്നത്. സോ എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് സയന്റിഫിക്കലി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വേസ്റ്റേജ് ഓഫ് ടൈമും മെറ്റീരിയലും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. രണ്ടാമത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഓഫ് scientific management has for its foundation the firm conviction that true interest of the management and workers are one and same. The prosperity for the employer cannot exist for a long time unless it is accompanied by prosperity of the employees and vice versa. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്? harmony not discord. ഓക്കെ, അതായത് എംപ്ലോയീസും എംപ്ലോയറും ഒരുമിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ ഇവർ തമ്മിലുള്ള എംപ്ലോയർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു അധികം നാൾ കിട്ടില്ല എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി മീൻസ് എംപ്ലോയറും എംപ്ലോയിയും ഒരുമിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കണം, അവർ രണ്ടുപേരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറയുന്നത് ഹാർമണി നോട്ട് ഡിസ്കോർഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തത്, ഈച്ച് സ്പെഷ്യലിസ്റ്റ് ഈസ് ടു ബി അസൈൻഡ് work according to his or her qualities. The employee who possesses technical mastery should be involved in planning work, whereas those with energy and good health may be assigned execution work. Name the related principle of scientific management. Functional foremanship. അതായത് അദ്ദേഹം പറഞ്ഞു രണ്ട് ടൈപ്പിലുള്ള ഫോർമാറ്റ്സ് ഉണ്ടായിരിക്കണം. ഒന്ന് പ്ലാനിങ്ങിന് വേണ്ടിയും മറ്റൊന്ന് എക്സിക്യൂഷന് വേണ്ടിയും. അതിന്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്ലാനിങ്ങിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് വേണം, എക്സിക്യൂഷന് വേണ്ടി സെക്കൻഡ് ടൈപ്പിൽ എനർജി ഉള്ള ആളുകൾ, ഗുഡ് ഹെൽത്ത് ഉള്ള ആളുകൾ, അവരെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലാണ്. അഗൈൻ റൈറ്റ്. നെക്സ്റ്റ് വൺ, ദി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് ടു റെഡ്യൂസ് എ ഗിവൺ ലൈൻ or a product to fix type, sizes and characteristics. Name the technique. പ്രൊഡക്റ്റ് ലൈനിൽ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ ഏത് പ്രിൻസിപ്പിളിലാണ് അതല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് ആണ്. സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, അത് തന്നെ, സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അതായത് ഇൻ കേസ് നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റീവ് അല്ലാത്ത പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രോപ്പർ ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതായത് ഏറ്റവും സ്യൂട്ടബിൾ, ഏറ്റവും റിസൾട്ട്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ലൈനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് ആണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഏരിയ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. പക്ഷെ നാളെ എക്സാം ഉള്ള കുറച്ച് പേര് ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാം കേട്ടോ, അവരും കൂടി ഉൾപ്പെടും. അപ്പോൾ എക്സാംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ട്യൂസ്ഡേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. ട്യൂസ്ഡേ ഒരു എക്സ്റ്റെൻഡഡ് സെഷൻ എന്നുള്ള രീതിയിൽ ഒരു 9 PM വരെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് കട്ട് ഷോട്ട് ചെയ്യുന്നു. സോ വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, Okay, sir. Thank you. ബൈ. Thank you, sir.